അടുത്തത് ധനു കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുക്കൂറ്. ഇവർക്ക് ഈ ആഴ്ച കൂടുതലായിട്ടുള്ള ഒരു അവരുടെ പ്രവർത്തന മികവ് ഉണ്ടാകും. അവരുടെ ശേഷി വർദ്ധിക്കുന്നതായിട്ട്, അതായത് അവരുടെ കർമ്മങ്ങളിലും മറ്റുമൊക്കെ അവർ വന്നുകൊണ്ടിരുന്ന ജോലികളിലും മറ്റും കൂടുതൽ ശേഷി വർദ്ധിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മികവ് വർദ്ധിക്കുന്നതായിട്ടുമൊക്കെ കാണാവുന്നതാണ്. അവരുടെ പരിശ്രമങ്ങൾക്ക് ഒരു വിജയം കാണുന്ന, കുറച്ച് നാളായിട്ട് തുടർന്ന് വന്നിരുന്ന ചില പരിശ്രമങ്ങൾക്ക് വിജയം ഉണ്ടാകുന്ന ഒരു കാലമാണ്. അതിന് പുരോഗതി ഉണ്ടാകും. ധനപരമായിട്ടും അനുകൂലമായിട്ടുള്ള കാലമാണ്. ധനം വിനിയോഗത്തിലും അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണഫലം അനുഭവിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ടും മറ്റ് വലിയ വേരിയേഷൻസ് ഒന്നും കാണുന്നില്ല. മറ്റ് രോഗങ്ങൾ വരാനുള്ള സാധ്യതയൊന്നുമില്ല. മറ്റ് ബുദ്ധിമുട്ടുകളോ മറ്റ് രോഗങ്ങളും ഒക്കെ ഉള്ളവർ അവർക്ക് അതിൽ നിന്ന് കുറച്ചൊരു വിമുക്തി ഉണ്ടാകാനോ ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. കുടുംബത്തിൽ സഹോദരന്മാരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, കസിൻസ്, സഹോദരന്മാർ അഥവാ സഹോദര സ്ഥാനീയരായിട്ടും ഒക്കെ ഉള്ളവരും ഒക്കെ ആയിട്ടും നല്ല ബന്ധങ്ങളും, കൂട്ടുകാരും ഒക്കെ ആയിട്ട് പിണങ്ങിയിരുന്ന കൂട്ടുകാരൊക്കെ അനുകൂലമായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ള ഒരു നല്ല ബന്ധമാണ് കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിൽ പറയേണ്ടത്. ഇവർക്ക് 4ാം ഭാവത്തിൽ ശനി ആയതുകൊണ്ട് കണ്ടകശനി എന്ന് പറയുന്ന ദോഷം എന്തായാലും ഉണ്ട്. ആയതുകൊണ്ട് അവർക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ ചെല്ലുകയും ശനിക്ക് വിശേഷാൽ അർച്ചനകളൊക്കെ നടത്തുന്നതൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ള അഥവാ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ, അയ്യപ്പൻ്റെ ക്ഷേത്രം ദർശനം നടത്തുക, എള്ള് കിഴി നീരാജനം നടത്തുക ഒക്കെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും ധാരയും മറ്റും അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്.